VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് 989 ഗ്രാം സ്വർണം മാത്രമാണ് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്നതാണ്. പക്ഷേ ഈ VSSCയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. അതിൽ കൂടുതൽ കൊള്ള ഈ സംഘടിത കൊള്ളയുടെ ഭാഗമായി നടന്നിരിക്കുന്നു. ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം പോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന മൊഴിയിലെല്ലാം പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ് ഈ പ്രതികൾ എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ VSSCയിലെ ശാസ്ത്രജ്ഞന്മാരെക്കാൾ മിടുക്കുള്ള കള്ളന്മാരാണ് ഇവരെല്ലാവരും തന്നെ. ഇവർ കൊടുക്കുന്ന മൊഴിയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന കാര്യവും തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് വളരെ വലിയൊരു ഫോറൻസിക് പരിശോധനയും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണവും അന്താരാഷ്ട്ര ബന്ധങ്ങളെ പറ്റിയുള്ള അന്വേഷണവും നടത്താൻ നമ്മുടെ SITക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായ വിലയിരുത്തൽ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നാളിതുവരെ ഏതെങ്കിലും ഒരു സാക്ഷിയുടെ മൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ ക്രിമിനൽ നടപടി നിയമത്തിലെ 164 അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അത് തന്നെ വളരെ വലിയൊരു വീഴ്ചയാണ്. വിചാരണ ഘട്ടത്തിലെ പ്രതികൾക്ക് സഹായകമായ രീതിയിൽ സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്രകാരമുള്ള അന്വേഷണങ്ങൾ ഒന്നും നടത്താതിരിക്കുന്നത്. ഇത് സ്വർണത്തിന്റെ അളവിനെ സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടന്നിട്ടില്ല. കാരണം വിജയ് മല്യ എത്ര കിലോ സ്വർണമാണ് അവിടെ സമർപ്പിച്ചതെന്ന് എന്നുള്ളതിന്റെ രേഖ പോലും ഇല്ലെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയോ ചില പേപ്പറുകൾ ഉണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള അക്കാലത്തെ മഹസ്തർ പോലും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എത്ര സ്വർണം പോയി എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത് ഒരു ഭൗതികമായിട്ടുള്ള ഈ വസ്തുവിന്റെ അളവിനേക്കാൾ പ്രാധാന്യം ഇതിന്റെ ഒരു ആത്മീയ തലമുണ്ട്, ഇതിന്റെ ഒരു ആന്റിക് വാല്യൂ ഉണ്ട്, ഇതിന്റെ ഒരു ദൈവികമായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂകൾ കൂടി പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കോടാനുകോടി രൂപയുടെ വിലയുള്ള ഒരു വലിയ സ്വർണ്ണക്കടത്താണ് നടത്തിയിട്ടുള്ളത്. ഇത് അന്വേഷണം തീർച്ചയായിട്ടും ഇഴഞ്ഞു പോവുകയാണ്. അതാണ് VSSCയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ താമസമുണ്ടായി കിട്ടിയത്. എത്ര നാളായി കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും ഒക്കെ താമസിപ്പിച്ച് എല്ലാ പ്രതികളെയും പുറത്തിറക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ SITക്കുള്ളത്. ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങും. പിന്നീട് ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ഗൂഢാലോചന നടത്തി കേസിന്റെ വിചാരണയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം അല്ല നടക്കുന്ന. SIT ഈ അന്വേഷണത്തിൽ അടയിരിക്കുകയാണ്. സ്മാർട്ടായിട്ട് ഓടുകയല്ല, അടയിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.